അന്താരാഷ്ട്ര തലത്തിൽ യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വീകരിക്കുന്ന കടുത്ത നിലപാടുകൾ ആഗോള വിപണിയെ ആശങ്കയിലാഴ്ത്തുന്നു. ഇറാനെതിരായ സൈനിക നടപടികൾ ശക്തമാക്കുന്നതിനൊപ്പം ഇന്ത്യയുൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് മേൽ ഏകപക്ഷീയമായ തീരുവകൾ ചുമത്താനാണ് അമേരിക്കയുടെ നീക്കം. എന്നാൽ ഈ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങേണ്ടതില്ലെന്ന ഉറച്ച തീരുമാനത്തിലാണ് ഇന്ത്യ. റഷ്യയുമായുള്ള നയതന്ത്ര വാണിജ്യ ബന്ധങ്ങൾ തുടരുമെന്നും ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. സെക്ഷൻ 301 പ്രകാരം ഇന്ത്യ, ചൈന, വിയറ്റ്നാം, ബംഗ്ലാദേശ്, യൂറോപ്യൻ യൂണിയൻ എന്നിവയുൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കെതിരെ 10 മുതൽ 12% വരെ അധിക തീരുവ ചുമത്താനാണ് യുഎസിന്റെ പദ്ധതി. ബ്രസീലിന് മേൽ ഇതിനകം 25% തീരുവ ഏർപ്പെടുത്തിക്കഴിഞ്ഞു. റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ പേരിൽ ഇന്ത്യയ്ക്കും ചൈനയ്ക്കുമെതിരെ 100% തീരുവ ചുമത്തുന്ന പുതിയ ബിൽ യുഎസ് സെനറ്റിൽ ചർച്ചയാകുന്നുണ്ട്. പശ്ചിമേഷ്യൻ യുദ്ധസാഹചര്യത്തിൽ ഇന്ത്യയുടെ മൊത്തം എണ്ണ ഇറക്കുമതിയുടെ 50%-ലധികവും റഷ്യയിൽ നിന്നാണ്. ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ പ്രതിദിന ഇറക്കുമതി 50 ലക്ഷം ബാരലായിരിക്കുമെന്നും അതിൽ 26 മുതൽ 27 ലക്ഷം ബാരലും റഷ്യയിൽ നിന്നാകുമെന്നുമാണ് കണക്കുകൾ. ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കുന്നത് ഇന്ത്യയുടെ പണപ്പെരുപ്പത്തെയും പലിശ നിരക്കുകളെയും ബാധിച്ചേക്കാം. സ്വർണ്ണവില $4017 തുടരുന്നത് വിപണിയിൽ ചെറിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.